ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്ന നീക്കത്തിലേക്ക് SIT കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ SIT തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോകുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ചോദ്യം ചെയ്യുന്ന നടപടികൾക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണത്തിനാണ് അയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ അറസ്റ്റ് അത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പോറ്റി കയറിയ കാലം 2004 മുതലാണ്. ഒപ്പം തന്നെ കൊടിമരം മാറ്റാൻ ആലോചനകൾ തുടങ്ങിയ കാലം 2014 മുതലാണ്. അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ ചുമതലയിരുന്ന കാലഘട്ടം കൂടിയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളൊക്കെ, പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വരും സമയങ്ങളിൽ നമ്മുടെ മുൻപിലേക്ക് എത്തും. നൃപൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നൃപൻ, ഏതായാലും തന്ത്രിയെ ദ്വാരപാലക ശില്പമോഷണ കേസിലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നതാണ് SITയുടെ അടുത്ത നീക്കം. അതിനാണല്ലോ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണോ അന്വേഷണ സംഘം? തീർച്ചയായും മനു, ഈ തന്ത്രിയുടെ കസ്റ്റഡി അപേക്ഷ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. അതിൽ മനു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ കൊടിമരം 1971 സ്ഥാപിച്ച കൊടിമരം 2017 മാറ്റുന്നുണ്ട്. അത് കൊടിമരത്തിൽ കേടുപാട് സംഭവിച്ചു, ചിതലരിച്ചു എന്നതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് UDF ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ഒപ്പം തന്നെ അജയ് തറയിലടക്കം ദേവസ്വം ബോർഡിൻ്റെ അംഗമായിരുന്നു. അവർ ഈ പറയുന്ന കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ചിത്രങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നതാണ്. അന്ന് കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ശബരിമലയുടെ അയ്യപ്പൻ്റെ വാഹനമെന്ന പറയുന്ന കുതിരയുടെ രൂപം വരുന്നതാണ് വാജിവാഹനം എന്ന് പറയുന്നത്. പ്രത്യേക ശില്പം ആണ്. അതിന് ഏകദേശം 7 കിലോയോളം ഭാരമുണ്ട് എന്നതാണ് പറയുന്നത്. അത് വ്യക്തമായി SIT സംഘത്തിന്റെ റിപ്പോർട്ടിൽ അതിന്റെ മൂല്യം അളക്കാൻ കഴിയില്ല ധ്രുവൻ. അതിന്റെ മൂല്യം നമുക്ക് ആ രീതിയിൽ അളക്കാൻ കഴിയില്ല. ധ്രുവൻ പറഞ്ഞതുപോലെ ഇത്രയധികം പഴക്കമുണ്ട്, അത് സ്വർണ്ണത്തിലൊക്കെ പൊറിഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് അയ്യപ്പന്റെ വാജിവാഹനം എന്ന് പറയുമ്പോൾ അതിന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത് അളക്കാൻ കഴിയാത്തതാണ്. അതൊക്കെ ഭംഗിയായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വാജിവാഹനം എടുത്തുകൊണ്ട് പോയത്? അഷ്ടദിക്പാലകരെവിടെ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തന്ത്രിയുടെ മുൻപിലേക്ക് എത്തുകയാണ് ധ്രുവൻ. തീർച്ചയായും മനു, അത് ഈ വാജിവാഹനം എടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ഒപ്പം തന്നെ ഈ അജയ് തറയിലും ചേർന്ന് അദ്ദേഹത്തിന് നൽകിയെന്നാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ ആശയക്കുഴപ്പം, ദുരൂഹത വന്നപ്പോൾ അജയ് തറയിൽ തന്നെ പറഞ്ഞത് അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ്. പക്ഷേ ഇപ്പോൾ SIT സംഘത്തിൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു രേഖാമൂലം എവിടെയാണ് തന്ത്രിക്ക് ഈ വാജിവാഹനം അവകാശപ്പെട്ടതാണ്, ഇത് എടുത്തുകൊണ്ടുപോയി ശബരിമലയിലെ സ്വത്ത്, ഈ തുക വലിയ തുക വരുന്ന, നേരത്തെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ കിലോയോ ഭാരമോ അല്ല, മറിച്ച് അമൂല്യമായ ഒരു നിധിശേഖരമായി അതിന് അത്രയേറെ വിലയുമുണ്ട്, മോഹവിലയാണ്. അതിനെ എങ്ങനെയാണ് തന്ത്രിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ SIT സംഘം അറസ്റ്റുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് അവിടെ നിന്ന് ഈ വാജിവാഹനം കണ്ടെടുത്തിട്ടുണ്ട്. അത് തന്നെയാണോ ഇത് എന്ന കാര്യത്തിൽ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ തന്ത്രിയുടെ രണ്ടാമത്തെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് അത് രേഖപ്പെടുത്തുന്നു, അതിൻ്റെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നു. ഒപ്പമാണ് ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, ഈ ശബരിമല എങ്ങനെയാണ് സ്വർണം പൂശിയത്, എങ്ങനെയാണ് ചെമ്പായി മാറിയത്, സ്വർണം എങ്ങനെയാണ് ചെമ്പായി മാറിയത്? ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോഴും ഇളക്കിയെടുക്കുമ്പോഴും ഒപ്പം തന്നെ തിരിച്ച് സ്ഥാപിക്കുമ്പോഴും തന്ത്രിയുടെ പൂർണ്ണമായ സാന്നിധ്യമുണ്ട്. മാത്രമല്ല, ഇത് പൂശിയ കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സ്വർണ്ണമാണോ ചെമ്പാണോ എന്ന കാര്യം പൂർണ്ണമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് തന്ത്രി. അദ്ദേഹം ഈ രേഖാമൂലം ഇതിനകത്ത് ഇത് മാറ്റുന്ന ഘട്ടത്തിൽ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ചെമ്പ് പാളി എന്ന് ഒപ്പിട്ട് ഇത് മാറ്റുന്ന ഘട്ടത്തിൽ എഴുതി അദ്ദേഹം ഒപ്പിട്ട് സൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇത് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ അറിവ് തന്ത്രി രാജീവ് കണ്ഠരർക്കുണ്ട് എന്ന കാര്യത്തിൽ SIT സംഘം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി കേസുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനയിലും അന്വേഷണത്തിലും മൊഴിയെടുപ്പിലും ചോദ്യം ചെയ്യലുമൊക്കെ തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഒപ്പമാണ് ഈ പറയുന്ന കസ്റ്റഡി അപേക്ഷയും. ഈ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ SIT സംഘം ചോദിക്കുന്നതിന് തെളിവെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ കണ്ടെടുത്ത വാജിവാഹനം
ഒപ്പം ഇതെങ്ങനെ അന്ന് അദ്ദേഹത്തിന് നൽകിയത് ആരാണ്, അങ്ങനെ രേഖാമൂലം എന്തെങ്കിലും എഴുതി നൽകിയിട്ടുണ്ടോ, ഒപ്പം തന്നെ ശബരിമലയുടെ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെയോ ഈ ശബരിമലയുടെ സ്ഥാപക ജംഗമ വസ്തുക്കൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകളിലോ എവിടെയെങ്കിലും വാജിവാഹന തന്ത്രിമാർക്ക് ഇങ്ങനെ അവകാശപ്പെട്ടതാണ്, അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് എന്ന് രേഖയുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി തന്ത്രി രാജീവ് കണ്ഠരര് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലേക്ക് SIT സംഘം പോവുകയാണ്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയുടെ തുടർച്ചയായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് ദുരൂഹതയുടെ മറവിൽ ഈ കാര്യങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്, പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന തരത്തിലുള്ള നുണപ്രചരണങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ UDFും BJPയും അഴിച്ചുവിട്ടത് നേരെ തിരിച്ച് ബൂമറാങ്ങായി വരുന്നു എന്ന് തന്നെയാണ്. അത് SIT സംഘം വളരെ കൃത്യമായി, ശാസ്ത്രീയമായി, സാങ്കേതികമായി, നിയമപരമായ നടപടികളായി മുന്നോട്ട് പോകുന്നു. സർക്കാർ അതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്നു. ഇപ്പോൾ മനു ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കാണാം. പഴയ ദിവസങ്ങളിൽ മുൻപ് തുടർച്ചയായി ഉണ്ടായ ഉത്സാഹമൊന്നും ഇപ്പോൾ മാധ്യമങ്ങൾ ശബരിമല കേസിൽ കാണിക്കുന്നില്ല. സൂചനയാണ് എന്ന കാര്യം മാധ്യമങ്ങൾക്കില്ല, പ്രതിപക്ഷത്തിന് പഴയ ആവേശമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ശബരിമലയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാത്തതെന്ന് മന്ത്രി MP രാജേഷ് അങ്ങോട്ട് ചോദിച്ചിട്ടും ഒരു മറുപടി പറയാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടെഴുതിയ ചേട്ടന്മാരൊക്കെ ഇനി മാറ്റി എഴുതേണ്ടി വരുമോ നിർഭൻ? അതിനുള്ളൊരു സമയത്തിലേക്കാണോ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ഈ തുറന്നുവിട്ട ഭൂതം അതൊരു പാട്ടായാണ് പോയെങ്കിലും ഇപ്പോൾ അതിൻ്റെ പാരഡികൾ ജനം ഓരോരുത്തരും സോഷ്യൽ മീഡിയ സ്വയം പാടിയിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാജിവാഹനം മാറ്റുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും ഒപ്പം തന്നെ അജയ് തറയിൽ നൽകുന്ന ചിത്രം കൂടി വന്നപ്പോൾ തന്നെ എല്ലാവരും സ്വയം പാട്ടെഴുത്തുകാരായി മാറി പാരഡി എഴുതിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം മനു കണ്ടതാണ്. അങ്ങനെ എന്തുകൊണ്ട് ഏത് തരത്തിലുള്ള നുണ ബോംബാണോ UDFും BJPയും തുറന്നുവിട്ടത്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുതകളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിട്ടുള്ള VN വാസവനും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അന്ന് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത് SIT സംഘത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു കേസ് ഉണ്ടായി, അത് സംബന്ധിച്ച് ശബരിമലയിൽ നിന്ന് ഒരു പൊടി സ്വർണം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആര് തന്നെയായിരുന്നാലും അവർക്കെതിരെ കർശന നടപടി വേണമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണത്തിലും അന്ന് സർക്കാരും മുഖ്യമന്ത്രിയും പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തയ്യാറായിരുന്നില്ല. ആ നിലപാട് എത്ര കണ്ട് ശരിയായിരുന്നു എന്നതാണ് തുടർ നടന്ന അന്വേഷണത്തിൻ്റെ പോക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടായ തുടർച്ചയായി ഉണ്ടായ അറസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ തന്ത്രിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന ചോദ്യമാണ്. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കനായിരുന്നോ തന്ത്രി എന്ന ചോദ്യം, ആ ചോദ്യം അവസാനിച്ചിരിക്കുന്നു. SIT സംഘം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തന്ത്രിയുടെ പൂർണ്ണ അറിവും ഒപ്പം തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് കയറ്റിയതിലൊക്കെ തന്നെ നിർണായകമായ പങ്കുണ്ട്. എങ്ങനെയാണ് ഈ കൊടിമരം മാറ്റുന്നത്, ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെ പാളി മാറ്റുന്നത്, ഈ സ്വർണ്ണപ്പാളി മാറ്റി കടത്തിക്കൊണ്ടു പോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സ്വാഭാവികമായി തന്ത്രി മറുപടി പറയുമ്പോൾ ഇതിലെ എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ഇത് ഉപയോഗിക്കാൻ UDFും BJPയും ശ്രമിച്ചത്, അത് നേരെ തിരിച്ചു വരുന്നു എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ പോറ്റിയെ കേറ്റി എന്ന പാട്ട് മറ്റൊരു തരത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അതിൻ്റെ തിക്ത അനുഭവം അന്ന് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയവർക്ക് തന്നെയായിരിക്കും. മനു, ശരി നിർമ്മൻ, ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഏതായാലും പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ഇപ്പോൾ ഏകദേശം വ്യക്തമാവുകയാണ്. അപ്പോൾ പാട്ടെഴുതിയ മഹാകവി കുഞ്ഞബ്ദുള്ള ഒന്ന് പുതിയൊരു പാട്ട് എഴുതാൻ വേണ്ടി ഒന്ന് തയ്യാറെടുത്ത് നിൽക്കൂ. കാരണം കഥകൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ അജയ് തറയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ താൾ മറുപടി പറയാൻ കഴിയില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അജയ് തറയിലൊക്കെ ഉണ്ട്. മാത്രമല്ല 2004 പോറ്റി ശബരിമലയിലേക്ക് കയറുന്നത്. അപ്പോൾ ദേവസ്വം മന്ത്രി ആരായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അടൂർ പ്രകാശ് പറയുന്നു ഞാനല്ല സോണിയാഗാന്ധിയെ കാണാൻ ഈ പറയുന്ന പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്. അപ്പോൾ അടൂർ പ്രകാശിനേക്കാൾ സോണിയാഗാന്ധിയുടെ അടുത്ത് സ്വാധീനമുള്ള ആ വളരെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? അദ്ദേഹമാണോ ഈ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? നിങ്ങളൊരു കാര്യം ഓർത്തു നോക്കൂ, ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് കട്ടവനും വാങ്ങിയവനും ഒരുക്കിയവനുമൊക്കെ ഫ്രെയിമിൽ വന്ന ഒരു ചിത്രമേ ഉള്ളൂ. അത് സോണിയാഗാന്ധിയുടെ സ്വീകരണ മുറിയിൽ നിന്നുള്ള ആ ചിത്രമായിരുന്നു. അതിൽ ആന്റണി ഉണ്ടായിരുന്നു, അതിൽ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. പക്ഷേ അടൂർ പ്രകാശ് പറയുന്നു ഞാനല്ല അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്, എന്നെ പോറ്റി അവിടെ നിന്ന് വിളിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്ത ആ മഹാൻ ആരായിരിക്കും? കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും പോറ്റിയെ കയറ്റിയ പാട്ട് തിരിച്ചെഴുതേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വഴികൾ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, കോൺക്രീറ്റിൽ നിർമ്മിച്ച കൊടിമരം ചിതലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ആ കൊടിമരം മാറ്റണം എന്ന ശാഠ്യം അവിടെ ഉണ്ടായത്.
തുടർന്ന് ദേവപ്രശ്നം വരുന്നു. തന്ത്രിയുടെ ഇംഗിതം അതേ രീതിയിൽ ദേവപ്രശ്നത്തിൽ തെളിയുന്നു എന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ദേവപ്രശ്നം വന്നപ്പോൾ പുതിയ കൊടിമരം നിർമ്മിക്കുന്നു. പുതിയ കൊടിമരം നിർമ്മിച്ചപ്പോൾ പഴയ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജീവാഹനം തന്ത്രി എടുത്തുകൊണ്ട് പോവുകയാണത്രേ. തന്ത്ര സമുച്ചയത്തിൽ പറയുന്നുണ്ടത്രേ തന്ത്രിക്ക് അത് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ തന്ത്ര സമുച്ചയത്തിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാനത് വായിച്ചിട്ടില്ല. പക്ഷേ ദേവസ്വം മാനുവലിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിലൊരിടത്തും ഈ വാജീവാഹനമൊന്നും തന്ത്രിക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നില്ല. ഈ അയ്യപ്പന്റെ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജീവാഹനം എന്ന് പറയുന്നത് അത് പൊതുമുതലാണ്. അതൊരാൾ സമർപ്പിച്ചതാണ്. അത് രാജകുടുംബത്തിൽ നിന്ന് പൊതുമുതലായി സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് സമർപ്പിച്ചതാണ്. ഒരു പൊതുമുതൽ എങ്ങനെയാണ് തന്ത്രി എടുത്തുകൊണ്ടുപോയി വീട്ടിൽ വെക്കുക? വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? അഷ്ടദിക്പാലകർ എവിടെ പോയി? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഏതായാലും ഈ കൊടിമരം മാറ്റിയ കാലം, കൊടിമരം മാറ്റിയ ആലോചന തുടങ്ങിയ കാലം, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. സാധാരണഗതിയിൽ ഇപ്പോൾ പുതിയൊരു കൊടിമരം വരുമ്പോൾ പഴയ കൊടിമരം എന്താണ് ചെയ്യുക? പഴയ കൊടിമരം തടിയാണെങ്കിൽ അത് ചിതയിൽ വെച്ച് ദഹിപ്പിക്കും. അതല്ല കോൺക്രീറ്റ് ആണെങ്കിൽ അത് പൊടിച്ചു കളയും. അതല്ല ഇനി ലോഹമാണെങ്കിൽ അത് ഉരുക്കിക്കളയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു താന്ത്രികപരമായ നടപടി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. പറകൾ എന്തിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ദേവസ്വം സ്റ്റോക്കിലുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇവിടെ വാജീവാഹനവും അഷ്ടദിക്പാലകരെയും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ എങ്ങനെ എടുത്തുകൊണ്ട് പോയി? ഇത് ഏത് വഴിക്കാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയും അതിന് അനുമതി നൽകിയത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. തന്ത്രി, കണ്ഠരര്, രാജീവര് മറുപടി പറയേണ്ടി വരും. ഏതായാലും മറ്റൊരു വിസ്മയമാകുമോ ശബരിമല സ്വർണ്ണമോഷണ കേസ് എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് പാട്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് മാറ്റിപ്പാടാം. കുറച്ച് നാളുകൾ കൂടി കഴിയുമ്പോൾ ഒന്ന് കാത്തിരിക്കൂ.